ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫെബ്രുവരി 3 ഞങ്ങളുടെ 7ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണിന്ന്. നൈറ്റ് ഒരു ഡിന്നറും കേക്ക് കട്ടിങ്ങും പ്ലാൻ ചെയ്തിട്ട് കാലിക്കറ്റുള്ള ഹോട്ടൽ താജ് ഗേറ്റ്വേ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഒരു ഡിന്നർ ഡേറ്റ് വീഡിയോ കാണാം. എത്ര പെട്ടെന്നാണല്ലേ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമൊക്കെ കടന്നു പോയത്. ശരിക്കും പറഞ്ഞാൽ കണ്ണടച്ച് തുറന്ന പോലെ ഉണ്ടായിരുന്നു. 7 വർഷം പോയതേ അറിഞ്ഞിട്ടില്ല. ആക്ച്വലി ഞങ്ങളുടേതൊരു ലവ് മാരേജ് ആയിരുന്നു. അപ്പം 5 വർഷം പ്രണയിച്ച് നടന്നതിന് ശേഷമാണ് ഞങ്ങൾ മാരീഡ് ആയത്. ഇപ്പം ഞാനിരിക്കുന്നത് താജിൻ്റെ റിസപ്ഷൻ ഏരിയയിലാണ്. ഇവിടുന്ന് നമ്മൾ നേരെ താഴെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോവുക. നമുക്ക് ഡിന്നറിനുള്ള ടൈം എന്ന് പറയുന്നത് 7 മണി മുതൽ 10 മണി വരെയാണ്. നമ്മൾ ബുക്ക് ചെയ്ത് വന്നതുകൊണ്ട് നമ്മുടെ ടേബിൾ അവർ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മൾ വെൽക്കം ചെയ്യുകയും നമ്മുടെ ടേബിളിലേക്ക് കൊണ്ടുവരുത്തുകയും ചെയ്തു. ടേബിളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പ്ലേറ്റ്, ഫോർക്ക്, സ്പൂണ്, വാട്ടർ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഫസ്റ്റ് അവർ നമുക്ക് സേവ് ചെയ്തിട്ടുള്ളത് കുറച്ച് ജ്യൂസസ് ആണ്. ആപ്പിള്, വാട്ടർമെലൺ, ചിക്കു അങ്ങനെ കുറച്ചെണ്ണം. പിന്നെ നമുക്ക് സ്റ്റാർട്ടർ കൊണ്ട് തന്നു. ചില്ലി ഫിഷ്, പനീർ ടീക്ക, ചിക്കൻ ടീക്ക, അതേപോലെ തന്നെ നമുക്കൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം. അത്രയാണ് നമുക്ക് സ്റ്റാർട്ടറായിട്ട് അവർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഞാനിതിൽ ആപ്പിൾ ജ്യൂസാണ് എടുത്തത്. ആപ്പിൾ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഐറ്റംസ്. ഞാനെടുത്ത സാധനങ്ങളാണ് ഈ പ്ലേറ്റിലുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കേക്ക്, അതിൻ്റെ ഒപ്പം തന്നെ പേരറിഞ്ഞുകൂടാത്തൊരു സാധനം. പനീറും ചില്ലി ഫിഷും ചിക്കൻ ടീക്ക എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ സൂപ്പിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ട് ചിക്കൻ സൂപ്പ് സെലക്ട് ചെയ്തെടുത്തു. ഞാൻ അതിൽ ഫ്ലേവറൊന്നും ആഡ് ചെയ്യാതെയാണ് കഴിച്ചത്. എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഫ്ലേവർ ആഡ് ചെയ്ത സൂപ്പാണ് കഴിച്ചത്. എനിക്കിതിങ്ങനെ കുടിക്കാനായിരുന്നു ഇഷ്ടം. ബുഫ ടൈപ്പ് ഫുഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് അവിടെയുള്ള എല്ലാ ഫുഡൊന്നും ചെക്ക് ചെയ്തു. ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള ഫുഡ് അവിടെ അവൈലബിൾ ആയിരുന്നു. സാലഡുകളായിട്ടും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റൈസസ് ആയിട്ടും കറികളായിട്ടും അങ്ങനെ ഫിഷിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാത്തൊന്നും കുറേശ്ശെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതെല്ലാം കൂടെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനുഷ്യൻ്റെ വയറ് പകുതി മുക്കാലും നിറഞ്ഞു കിട്ടും. പിന്നെ നമുക്കതൊന്നും കഴിക്കാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല. ഞാൻ എല്ലാത്തൊന്നും കുറേശ്ശെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ചിലത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടതുള്ളൂ, ബാക്കിയൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ സാലഡും നമ്മൾ ഉപ്പിലിട്ട ഐറ്റംസും അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അതിന് ശേഷം നമ്മൾ തൊട്ടടുത്ത് തന്നെ പൂൾ ഉണ്ടായിരുന്നു. അവിടെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അവിടെ ഇരിക്കാനുള്ള ഹട്ടുകളും റൂമുകളും എല്ലാം ഉണ്ടായിരുന്നു. പൂളിൻ്റെ സൈഡ്സിൽ തന്നെ കുറേ ബെഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ കുറേ സൈറ്റുകളുണ്ടായിരുന്നു. ഇവിടെയുള്ള ഈ പൂള് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഇതിലിങ്ങനെ വെള്ളം പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ മക്കൾ കുറേ നേരം ഈ പൂളിലൊക്കെ കളിച്ച്, ഞങ്ങളിതിൻ്റെ സൈഡിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടന്ന് കളിച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അതിനുശേഷം ഞങ്ങൾ രണ്ടാമതും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ചെറിയ പൂളിൽ നിന്ന് ഈ വലിയ പൂളിലേക്ക് വെള്ളം എങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ സമയം അതിങ്ങനെ നോക്കി നിന്നു. എനിക്കത് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലൂടെ നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്താണ് അവിടെ സൈഡിലായിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു സ്ഥലം കാണുന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ അവിടെ പോയി കസാര കയറിയിരുന്ന് അവിടുത്തെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നേരെ പോണത് പിന്നെയും പൂളിൻ്റെ സൈഡിലേക്കാണ്. അപ്പോഴേക്കും ഇവിടുത്തെ സ്റ്റാഫുകൾ നമ്മളോട് നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചകത്തേക്ക് തന്നെ പോയി. അപ്പോഴേക്കും അവർ ടേബിളിൽ കേക്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 7ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി താജിൽ നിന്ന് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഉള്ളത് അനിയേട്ടനും ശില്പേശിയാണ്. ഇത് ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഇവരെപ്പോഴും എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട 2 പേരാണ് ഇവർ.
അപ്പോൾ വീണ്ടും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. എല്ലാത്തിനും ഇത്തിരി വെച്ച് നമുക്ക് എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കൂടുതലായിട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നത് സാലഡായിരുന്നു, പിന്നെ കുറച്ച് നൂഡിൽസും ഫ്രൈഡ് റൈസും ബിരിയാണി, പിന്നെ ഞാൻ ചിക്കൻ്റെ ഐറ്റംസും ചില്ലി ഫിഷും എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്.